ഇന്നത്തെ മിനി വ്ലോഗ് സൺഡേ സ്പെഷ്യൽ നമ്മൾ ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ കറിയും അതുപോലെ കുറച്ച് ചിക്കൻ വറക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സൺഡേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോൺ വെജ് കഴിക്കാത്തൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വെജിറ്റേറിയൻ കഴിച്ചാൽ ഈ സൺഡേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കറിയാണ് ഏത് ഉപ്പേരിയാണ് വെക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് അങ്ങനെ കേട്ടോ. സൺഡേ ആണെങ്കിൽ ഇറച്ചിയാണെങ്കിലോ അല്ലെങ്കിൽ മീനാണെങ്കിലാണ് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുക കേട്ടോ. അല്ലാതെ അന്നത്തെ ദിവസം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കണമെങ്കിൽ എനിക്ക് വല്ലാത്തൊരു മടി തോന്നും. ഇന്ന് എന്താ കറി വെക്കുക, ഇന്ന് എന്താ ഉപ്പേരി വെക്കുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. കുറച്ച് സവാള നുറുക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരിക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് രാത്രിത്തേനും ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല. ഉച്ചയ്ക്കത്തെ ചിക്കനായാലും മട്ടൻ ആയാലും നമുക്ക് മീനാണെങ്കിൽ നമുക്ക് രാത്രിത്തേനും കൂടി എടുക്കാൻ പറ്റും. ചില ദിവസങ്ങൾ പിറ്റേന്ന് വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേസിൽ നമുക്ക് ഈ ചിക്കനും മട്ടനൊക്കെ വെക്കാൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത് ഇന്ന് സൺഡേ. പക്ഷേ സമയം ഇന്ന് 12:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ തന്നെ ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിമുളകും അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി ചിക്കനും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ കുക്കറിലൊന്നും അധികം ചിക്കൻ വെക്കാറില്ല. എപ്പോഴും നമ്മളൊരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കറിൽ അധികം വെക്കാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ചിക്കൻ കറിക്കുള്ളതൊക്കെ ഒന്ന് മസാലയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചെറിയ അടുപ്പിലോട്ട് മാറ്റി അതിനുശേഷം കേട്ടോ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കാൻ നോക്കിയപ്പോൾ ഒരു പരന്ന പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മസാല ഐറ്റംസ് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2-3 സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ അരച്ച് പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി വെക്കുന്നത് നമ്മൾ തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ കേരള സ്റ്റൈലിൽ റൈസ് തനിയും നമ്മൾ ചിക്കൻ തനിയാണല്ലോ കുക്ക് ചെയ്യാറ്. പക്ഷേ ഇതിൽ ഞാൻ ദമ്മിടണമെന്നില്ല, എന്നാൽ കൂടി ചിക്കനും റൈസും ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കാറ്. എപ്പോഴും അങ്ങനെ വെക്കുന്നതാണ് വീട്ടിലിഷ്ടം. അതിൻ്റെ കൂടെ തന്നെ മസാലയൊക്കെ ചേർക്കുമ്പോൾ നിറയെ കുറച്ച് പുതിനയും മല്ലിയിലയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചിക്കൻ കറി സവാളയൊക്കെ അരിയുന്നതിന് മുമ്പ് തന്നെ ചിക്കനിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 1 കപ്പ് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1 1/4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ ബിരിയാണിക്ക് എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കനും കൂടി കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മൾ അതിനും കൂടി അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ബിരിയാണി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ദമ്മൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഇടികല്ലുണ്ടായിരുന്നില്ല, നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കണ ഇടികല്ല് മാത്രമാണ് കേട്ടോ കുറച്ച് വെയിറ്റ് ആയിട്ട് അതിന് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബിരിയാണി കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ചിക്കനും കൂടി ഒന്ന് വറുത്തെടുത്തു. ഇപ്പോൾ സൺഡേ ലഞ്ചൊക്കെ അടിപൊളിയായിട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താണ് സൺഡേക്ക് സ്പെഷ്യൽ എന്നും കൂടി പറയുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്